Hello friends, welcome back to our channel PNG Media. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കിട്ടിയ പാടി ഇപ്പോൾ വീഡിയോ എടുക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനിതൊന്നും തുറന്ന് നോക്കിയിട്ടില്ല. ഇതൊരു പവർ ബാങ്ക് ആണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടപ്പ് ചെയ്തടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, കവർ പൊട്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനത്തിൻ്റെ പെട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അംബ്രൈൻ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഒരു പവർ ബാങ്ക് ആണ്. മേഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 180 days വാറണ്ടി ഉണ്ട്. 20,000 mAh ആണ്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ നമുക്ക് യൂസർ മാനുവൽ കിട്ടിയിട്ടുണ്ട്. സാധനം നമ്മുടെ വീരൻ നമുക്കൊരു കേബിൾ കിട്ടുന്നുണ്ട്. USB കേബിള് ചാർജ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നായകൻ കവറിലൊക്കെ ആയിട്ട് കുട്ടപ്പനായി വന്നിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ്. പിടിക്കാനൊക്കെ നല്ലൊരു സോഫ്റ്റ് ടച്ച് വരുന്നുണ്ട്. നല്ല സ്മൂത്താണ്. രണ്ട് ഫോൺസ് ഇടാം. ഇവിടെ LED ലൈറ്റാന്ന് തോന്നുന്നു. ഇവിടെ ഒരു USB കേബിൾ കുത്താനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നമ്മുടെ സാധാ ഫോണിൻ്റെ ചാർജർ കുത്തുന്നത്. ഇവിടെ ഒരു കേബിളിൻ്റെ വരുന്നുണ്ട്. ഇവിടെ C ടൈപ്പ് ചാർജർ അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ഓണാക്കി നോക്കാം. ഓണാവത്തില്ല. അവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ലൈറ്റ് കത്തിയിട്ടുണ്ട്. ചാർജ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫോണൊന്ന് നമുക്ക് കുത്തിയിട്ട് നോക്കണം. അപ്പം ഫോൺ കുത്തിയിടാനായിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടില്ല. നമുക്ക് എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പവർ ബാങ്ക് കയ്യിലുണ്ട്. എൻ്റെ പുറകിൽ തന്നെ അനിയൻ വരുന്നുണ്ട്. ചെറുക്കൻ കവറൊക്കെ ആയിട്ടാണ്. കാട്ടിലിങ്ങനെ കവറിന് ഇട്ട് വരാൻ പാടില്ലല്ലോ അല്ലേ. കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പവർ ബാങ്ക് ഉണ്ട്, ഒരു ഫോണുണ്ട്, അത് നമ്മുടെ പവർ ബാങ്കിൻ്റെ കൂടെ കിട്ടിയ കേബിളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ ലൈറ്റ് കത്തുന്ന നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. അപ്പോൾ
ചാർജ് ചെയ്ത് നോക്കാം. ചാർജ് കയറുന്നു. ചാർജ് കയറുന്നുണ്ട്, നല്ല രീതിയിൽ ചാർജ് കയറുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ചാർജ് കയറുന്നുണ്ട്. തട്ടിപ്പൊന്നുമല്ല നമുക്ക് മനസ്സിലായി. ഇനി ഇത് നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. 20,000 mAh എന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണാൻ തോന്നുന്നു 20,000 mAh. അംബ്രെയിൻ അങ്ങനൊരു കമ്പനിയാണ്. അംബ്രെയിൻ ഒരു കമ്പനിയാണ്. ഇതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണേൽ പോയി മേടിക്കാം. ഇനി 830 രൂപയ്ക്കാണ് ഞങ്ങളിത് മേടിച്ചത്. ആമസോണിൽ നിന്നാണ് മേടിച്ചത്. 830 രൂപ. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ അഡാപ്റ്റർ എടുക്കുന്നില്ല, ലൈറ്റ് പോയാണ്. ഓക്കെ, ഈ ഒരു കേബിൾ വെച്ച് നമുക്ക് ഇത് കുത്തിയിട്ട് നോക്കാം. ഇതാണ്. ഇതിൽ നമുക്ക് സാധാ ടൈപ്പ് ചാർജർ വെച്ചും കുത്തിയിടാം, സി ടൈപ്പ് ചാർജറില്ലേ അത് വെച്ചും കുത്തിയിടാവുന്നതാണ്. ഇത് വെച്ചാണ് കുത്തിയിടാൻ പോണേ. ഓക്കെ, ഓക്കെ ഗൈസ്, ഇവിടെ ചാർജ് കയറുന്ന നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. ലൈറ്റ് ഇങ്ങനെ കൂട്ടിയും കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അംബ്രെയിന്റെ പവർ ബാങ്ക്. അപ്പോൾ ഈ പവർ ബാങ്ക് നല്ലതാണോ, അത് നല്ല ബാറ്ററി കപ്പാസിറ്റി ഉണ്ടോ, ഫോണൊക്കെ നല്ല രീതിയിൽ കുത്തിയിട്ട് നല്ല രീതിയിൽ ചാർജ് കയറ്റാമോ എന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നത്. അടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 വീഡിയോകൾ കഴിഞ്ഞിട്ടുള്ളതിൽ പറയുന്നതായിരിക്കും. കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിന്റെ ഫുൾ പറയാൻ. വേറൊരു വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടാപ്പ് എന്നടിച്ച് പൊട്ടിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.